ലഹരി വിരുദ്ധ സന്ദേശവുമായി യുവദീപ്തി SMYM ആര്യങ്കാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആര്യങ്കാവിലെ ക്രൈസ്തവ സമൂഹം കേരള എക്സൈസ് വകുപ്പിന്റെയും കേരള പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ലഹരി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് മുതൽ തെന്മല പോലീസ് സ്റ്റേഷൻ വരെ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. തെന്മല പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. എൻ്റെ പേര് രാജശേഖരനാണ്. ഞാൻ ആദ്യമായി ഇങ്ങനൊരു വാഹന ജാഥ സംഘടിപ്പിച്ച നേതൃത്വം വഹിച്ച ഇതിൻ്റെ നല്ലവരായ ആൾക്കാരോട് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. ഞങ്ങള് ഈ ലഹരി ഈ സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും ഞങ്ങള് വളരെ കണ്ണീരോടെ പല സാഹചര്യങ്ങളെയും ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കളുടെ ഉപഭോഗം നടക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണെന്ന് പറയുന്നതിൽ നമുക്ക് ഭയങ്കര ലജ്ജയുണ്ട്. വളരെ അഭ്യസ്തവിദ്യരായ ഏതാണ്ട് 90-95% സാക്ഷരത നേടിയിട്ടുള്ള ഈ സംസ്ഥാനത്ത് പ്രൈമറി തലങ്ങളിലുള്ള കുട്ടികൾ വരെ ഇതിന് അഡിക്റ്റഡായ ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. ഇത് എവിടെയാണ് ഇതിന്റെ പാകപ്പിഴ പറ്റിയത്? നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. എവിടെയാണ് ഇതിന്റെ പാകപ്പിഴ പറ്റിയത്? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാണ്, ഇത് നമ്മൾ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ പാകപ്പിഴ പറ്റിയത്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. കാരണം നമ്മളൊക്കെ പണ്ട് സ്കൂളിലും സെക്കൻഡറി തലങ്ങളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ലഹരി എന്ന് കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ, പ്രൈമറി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഏതെങ്കിലും ഒരു ലഹരി വസ്തുക്കൾ അവരുടെ കൈവശം കാണുകയും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവരുമാണ്. അതെന്തുകൊണ്ടാണ് അതിനൊരു ഒരു അപാകത പറ്റിയത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതിലുപരി ഞാനൊരു രക്ഷകർത്താവ് കൂടിയാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ പാകപ്പിഴ പറ്റിയതെന്ന് എനിക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഏതാണ്ട് നമ്മളൊരു 50 വീടെടുത്താൽ ആ വീട്ടിൽ ഒന്നിലധികം കുടുംബനാഥൻ പൂർണ്ണമായും മദ്യപിച്ച വീട്ടിൽ കലഹം ഉണ്ടാക്കുന്ന ആളായിരിക്കും. അല്ലെങ്കിൽ ആ വീട്ടിലെ ജ്യേഷ്ഠ സഹോദരന്മാര് ഏതെങ്കിലും ലഹരി വസ്തു ഉപയോഗിക്കുന്നവരായിരിക്കും. ഇത് കണ്ടാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ വളരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ ഇതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും അവര് ഒരു ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ 14 വയസ്സുള്ള ഒരു കുട്ടി അച്ഛനെ വെട്ടിക്കൊല്ലുന്നു. സ്കൂളിന്റെ ഗ്രൗണ്ടിലിരുന്ന് ഒരു കഞ്ചാവ് വീടി വലിച്ച് 2 കുട്ടികളെ വിലക്കാനായിട്ട് ശ്രമിച്ച ഒരു അയൽവാസി, നിങ്ങൾ ഇവിടെ നിന്ന് ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ ഈ 14 വയസ്സുള്ള കുട്ടി വീട്ടിൽ ചെന്ന് ഒരു കത്തി എടുത്തു കൊണ്ടുവന്ന് ഇവരെ കുത്തിക്കൊലപ്പെടുത്തി. ഉപദേശിക്കാൻ ചെന്ന ആളിനെ കുത്തിക്കൊലപ്പെടുത്തി. അപ്പൊ 14 വയസ്സുള്ള ഒരു കുട്ടി പോലും ഈ ലഹരി വസ്തുവിന് അടിമപ്പെട്ട് അവൻ എന്താണ് ചെയ്യുന്നത്, എന്തൊരു പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത് എന്ന് അവന് ബോധമില്ല. ഇപ്പോൾ സ്കൂളിൽ ആനിവേഴ്സറി നടക്കുമ്പോഴും അല്ലെങ്കിൽ കുട്ടികൾ ഉൾപ്പെടുന്ന ഏതൊരു വേദിയിലും എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ അവസാനിക്കുന്നത് നമുക്കെല്ലാം അറിയാം. നമ്മളൊക്കെ ഞാൻ ഈ പ്രായത്തിൽ പോലും എന്നെ പഠിപ്പിച്ച മാതാമ്പിള്ള സാറിനെ കാണുമ്പോൾ, ദൂരേന്ന് കാണുമ്പോഴേ ഞാൻ ഒഴിഞ്ഞു മാറിപ്പോൾ എനിക്ക് പേടിയാ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികള് അവരെ പഠിപ്പിച്ച അധ്യാപകർക്ക് എന്താ സമ്മാനം കൊടുക്കുന്നത്? ലഹരിക്കെതിരെയുള്ള ഇത്തരം ജനകീയ പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ ഇനിയും യുവജനങ്ങളുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു ഈ യുവജന മുന്നേറ്റം.